ആ പോവാണോ? ഫ്രണ്ട് ആം ഹോൾ കർവ് കട്ട് ചെയ്യണ്ടേ? ഇനി ഈ ലൈനിങ് തുണിയിൽ ഫ്രണ്ട് ആം ഹോൾ കർവ് ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം. നമ്മൾ ബാക്ക് ആം ഹോൾ കർവിൽ ടേപ്പ് വെച്ചിട്ട് 1/2 ഇഞ്ച് കുഴിച്ച് വരച്ചിരുന്നല്ലോ, അതാണ് ഞാനിപ്പോൾ ഈ വരച്ച് കാണിക്കുന്നത്. ഇനി ആ ഭാഗം മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 സ്ലീവിൻ്റെയും ഫ്രണ്ട് ആം ഹോൾ കർവ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മെയിൻ ബോഡിയിൽ എങ്ങനെയാണോ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ ഈ സ്ലീവ് രണ്ടും ഒന്ന് നിവർത്തിയിടുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്ലീവിൻ്റെ മുകളിലേക്ക് മറ്റേ സ്ലീവ് വയ്ക്കുക. ഇവിടെ ചീത്തവശവും തമ്മിലാണ് ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന സ്ലീവിൻ്റെ നല്ല വശമാണ് മുകളിൽ കാണുന്നത്, താഴെയാണ് ചീത്തവശം. അപ്പോൾ ചീത്തവശവും കൂടെ ചേർന്നിരിക്കുകയാണ്. ഇനി മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഫ്രണ്ട് ആം ഹോൾ കർവ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ലൈനിങ് തുണിയിലുള്ള സ്ലീവിൽ ഫ്രണ്ട് ആം ഹോൾ കർവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നല്ല തുണിയിലുള്ള സ്ലീവിലും ഇതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോൾ കർവ് കട്ട് ചെയ്യണം. അതിനായി നല്ല തുണിയിലുള്ള സ്ലീവിൻ്റെ ചീത്തവശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ ലൈനിങ് സ്ലീവ്, അത് ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആ ലൈനിങ്ങിൻ്റെ ഫ്രണ്ട് ആം ഹോൾ കർവ് കട്ട് ചെയ്ത ഭാഗത്ത് F എന്നൊന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മെയിൻ തുണി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് ആ ഫ്രണ്ട് ആം ഹോൾ കർവ് എവിടെയാണോ വരുന്നത് അവിടെ F എന്നൊന്ന് നോട്ട് ചെയ്തേക്കണം. നല്ല തുണിയിലുള്ള സ്ലീവിൻ്റെ മുകളിൽ ലൈനിങ് സ്ലീവ് വെച്ച് ട്രേസ് ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ഉത്രാളിക്കാവിലെ പട്ടോലപ്പന്തലിൽ കുളിരമ്പിളി വളയങ്ങൾ തോരണമായി. ഉത്രാളിക്കാവിലെ പട്ടോലപ്പന്തലിൽ കുളിരമ്പിളി വളയങ്ങൾ തോരണമായി. അപ്പോൾ ഫ്രണ്ട് ആം ഹോൾ കർവ് കട്ട് ചെയ്യുന്ന വിധം മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ.